Hello guys, welcome back to my new vlog guys. പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ നോട്ടിഫിക്കേഷൻ ഓൾ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കാം. അപ്പം ഗൈസ് നമ്മൾ ഫൈനലി കുറേ ദിവസങ്ങൾക്ക് ശേഷം അവിടെ ഒരു വലിയൊരു കിണ്ണം ദിവസമാണ് നമ്മുടെ ഇന്ന് വരാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ ഫൈനലി നമ്മുടെ ആശറിൻ്റെ വാഴ റിലീസ് ആയിട്ട് കുറേ ദിവസമായി. അപ്പോൾ നമുക്ക് നമുക്ക് കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വാഴ 2 കാണാൻ പോവുകയാണ്. നമ്മൾ ഇപ്പം വാഴ 2 ഇത്ര രാവിലെ വാഴ 2 കാണാൻ പോവുകയില്ല. നമ്മൾ അത്രയും മൊത്തമായിരുന്നല്ല. നമ്മൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ജിമ്മിൽ പോവുകയാണ് ഗൈസ്. കുറേ ദിവസമായി വർക്കൗട്ട് ഉണ്ട്. ജിമ്മിൽ പോയിട്ട് കുറച്ച് ദിവസമായതേ ഉള്ളൂ. ഇന്ന് പിന്നെ എൻ്റെ കൂട്ടുകാരനും കൂടെ ഉണ്ട്. അവ ഇത്തിരിക്കാൻ എന്തിരി പൈലാന്ന് ഗൈസ്. ഫോൺ കാണുമ്പോഴാണ് അവന് ഇളക്കുന്നത് ഗൈസ്. നമ്മളിപ്പം ജിമ്മിലോട്ടാണ് പോണത്. ജിമ്മിൽ പോയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ കാണാം. അപ്പം തിരിച്ചു വന്നിട്ട് നമ്മൾ ഇന്ന് ബാക്കിയുള്ള വിശേഷം പറയാം. അപ്പം ഗൈസ് ഫൈനലി നമ്മൾ ജിമ്മിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ജിമ്മിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ അപ്പോൾ ഗൈസ് ഇന്ന് ജിമ്മ് സെറ്റായിരുന്നു കേട്ടോ. ഇന്ന് പക്ഷേ അത്ര വർക്കൗട്ട് ചെയ്തില്ല. ഇന്ന് ചെസ്റ്റ് ആണെന്നോ ചെസ്റ്റ് ബൈസ് അപ്പം എന്തിനായിരുന്നു ഗൈസ്. എനിക്ക് ഓർമ്മയില്ല ഒന്നും. ഗൈസ് നമ്മളങ്ങനെ പോയി കുളിച്ച് റെഡി ആയിട്ട് പഴയ മൂവിയാണ് ഇറങ്ങണം. അപ്പം അവിടെ നിന്ന് പോയി ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് എല്ലാം നല്ല സമയമായിരിക്കും ഇല്ലേടാ. ഒരു നമുക്ക് ഇപ്പം മൂവി എന്ന് പറയുന്നത് 11 മണിക്കാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നേരത്തെ ഇറങ്ങിയാലേ 11 മണിക്ക് അവിടെ എത്തുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നേരത്തെ പോകണം. അപ്പം നമുക്ക് കുളിച്ച് റെഡി ആയിട്ട് കാണാം ഗൈസ്. ഹലോ ഗൈസ്, ഫൈനലി നമ്മൾ ഔട്ട്ഫിറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബസ്സിൽ കയറാം. ബസ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ഗൈസ് ഫൈനലി നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട്. ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളിവിടെ ഈസ്റ്റോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഈസ്റ്റോട്ടിൽ നിന്നാണ് നമുക്ക് ഇത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. എല്ലാം ഇവിടെ ഓൾറെഡി റെഡിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ അങ്ങ് നമ്മളെ സിനിമ തിയേറ്ററിലാണ് പോകണത്. ഏത് സിനിമ തിയേറ്റർ എന്നാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മളൊരു ഫ്രണ്ടും കൂടെ ഇനി വരാനുണ്ട്. അവനും കൂടെ വന്നതിന് ശേഷം നമുക്ക് സിനിമ തിയേറ്ററിൽ പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങളാണ്. അപ്പം വരാം. ഫൈനലി നമ്മൾ ഈസ്റ്റോട്ടെത്തി നമ്മളെല്ലാ കൂട്ടുകാരന്മായിട്ട് നടന്നു പോകുന്നു. ഇതാണ് ബാക്കി എന്ന് പറഞ്ഞാണ് എൻ്റെ കൂട്ടുകാരന്മാർ. നമ്മൾ നേരെ തിയേറ്ററിലേക്ക് പോകുന്നു ഗൈസ്. തിയേറ്റർ നമ്മളിന്ന് തിയേറ്ററിൽ പോകാൻ തിയേറ്റർ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പം തിയേറ്ററിൽ പോകാൻ വേണ്ടി ബസ് കയറാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ കുറച്ച് ദൂരമുണ്ട്, കുറച്ച് ഏക ദൂരമുണ്ട്. നമ്മളിപ്പം ബസ് കയറാൻ ഈസ്റ്റോട്ട് പോകാൻ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ബസ്സിൽ കയറിയിട്ട് ബാക്കിയുള്ള വ്ളോഗ് എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ 10:45 ഇവിടെ നിൽക്കുന്നത്. ബാക്കിൽ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഇവിടെ നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ കൂട്ടുകാരന്മാർ. അപ്പോൾ ഗൈസ് നമ്മൾ വെയിറ്റിംഗ് ആണ്. 11:45 അല്ല 11 മണിക്ക് എന്തിനാണ് നമുക്ക് ടിക്കറ്റ് പറഞ്ഞത്. നമ്മളിതാ ഇവിടെ 10:50 ഇവിടെ നിൽക്കുകയാണ് ഗൈസ്. ബസ് കയറിന് അടുത്ത് അവിടെ വരെ പോകണം. എങ്ങനെ പോകും നമുക്കൊന്നും അറിഞ്ഞൂടാ ഗൈസ്. നമ്മൾ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ തിരുവനന്തപുരം പാർക്കിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ് ഗൈസ്. പാർക്കിൽ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. പാർക്കിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സിനിമ തുടങ്ങാൻ സമയം ഇനി ഉണ്ടെന്നും പറഞ്ഞാണ് ഇവന്മാർ കിടന്ന് കറങ്ങണത്. ഇവന്മാർക്ക് ഈ പണി തന്നെ ഗൈസ്. വല്ലയിടത്ത് തെണ്ടി തിരിഞ്ഞ് നടക്കണതാണ് നമ്മുടെ പണി. ഇപ്പം നമ്മൾ സിനിമ കാണാൻ പോണത് ഇപ്പോൾ തെണ്ടാൻ പറഞ്ഞ കണക്കിനാണ് നമ്മൾ പോണത്. എല്ലാ ഗ്യാങ്ങും വലിയ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നടക്കുകയാണ് ഗൈസ്. നമ്മുടെ ബാക്കിലുണ്ട് എല്ലാവരും. എന്തിനൊക്കെ അലച്ചലിച്ച് വരെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കണ്ടാ തെറ്റല്ലേ ഗൈസ്. ഫൈനലി നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ബസ്സിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. നമ്മളിനി ബസ്സിൽ നിന്ന് പോയിട്ട് വേണം നമുക്ക് ഇത് തിയേറ്ററിൽ പോകാൻ. ഇപ്പോൾ നല്ല സമയം ലേറ്റായിട്ടുണ്ട്. നമ്മൾ ഷോയിന് മിക്കവാറും ലേറ്റാവുമെന്നാണ് ഗൈസ് തോന്നുന്നത്. 11 മണിക്ക് എന്തോ ഷോ. നമ്മളിവിടെ 10:50 എന്തോ 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്താമെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. നമ്മൾ എന്നാലും നോക്കാം. ഓടലിനും കഷ്ടപ്പെടലിനും ഇടയ്ക്ക് നമ്മൾ ഫൈനലി നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് സിനിമ കാണാൻ കയറാം ഗൈസ്. ഫൈനലി നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. തിയേറ്റർ നമ്മളകത്ത് കയറുന്നു ഗൈസ് ഫ്രണ്ട്സിൻ്റെ കൂടെ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വാഴ 2-ൻ്റെ. സത്യം പറയാലോ സെറ്റ്. ഞാൻ ഇപ്പം കണ്ടതിൽ വെച്ച് തിയേറ്ററിൽ വെച്ച് കണ്ടതിൽ വെച്ച് ഏറ്റവും എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം തിയേറ്ററിൽ കണ്ടതിൽ ഏറ്റവും സെറ്റ് പടമായിരുന്നു വാഴ 2. കിടിലം വാഴ. ഇവിടെ സെറ്റ് വൈബ് പയ്യന്മാരോടെയാണ്, നമ്മളെ പയ്യന്മാരോടെയാണ് ഇരിക്കുന്നത്. ഇവരൊക്കെ പോപ്കോണൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ സിനിമയിൽ വന്നിട്ട് ഇവന്മാർ പോപ്കോണൊക്കെ വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ കൂട്ടുകാരന്മാരോട് വന്നാൽ പോപ്കോണൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. ആദ്യമായിട്ടാണ് ഇവന്മാർ ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്നത്.
സത്യം പറഞ്ഞില്ല, സത്യം പറഞ്ഞു സെറ്റ് ഒരു രക്ഷയില്ല, എനിക്ക് വാക്കുകളില്ല. സെറ്റാണ് കേട്ടോ ഫസ്റ്റ്. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും സെറ്റ് എപ്പോഴും എന്താ പറയുക. ഫസ്റ്റ് ഇപ്പോൾ അടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സെറ്റാണ്. നിങ്ങൾ കാണുന്ന സത്യം, നിങ്ങൾ കേരളയിൽ ഇപ്പം ജീവിച്ചിരിക്കണമെങ്കിൽ ഈ മൂവി നിങ്ങൾ കാണാതെ പോലും കേട്ടോ. സത്യത്തിൽ ഈ മൂവി അത്രയ്ക്കും കിടിലൻ സാധനമാണ് കേട്ടോ, കിടിലം. ഇപ്പം ഗൈസ് നമ്മൾ സിനിമയൊക്കെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. സത്യം പറയാമല്ലോ ഗൈസ്, നിങ്ങൾ ഈ കേരളത്തിലുള്ളയാണെങ്കിൽ ഈ സിനിമ നിങ്ങൾ കാണാം, തിയേറ്ററിൽ പോയി കാണാതിരുന്ന വലിയ റിഗ്രറ്റ് ആയിരിക്കും ഞാൻ പറയുന്നത്. കാരണം അത്രയ്ക്ക് സെറ്റ് വേണം ഗൈസ്. എന്തിന് ഫസ്റ്റ് ഹാഫ് സെറ്റായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഹാഫ് ചിരിച്ചാവും. ലാസ്റ്റ് ഞാൻ സത്യത്തിരുന്ന് സിനിമ കണ്ട് കരഞ്ഞുപോയി. ഞാൻ സത്യം പറയുന്നത് അത്രയ്ക്ക് ഫീൽ ഗുഡ് പടമാണ്, ഫീൽ ഗുഡ്. നിങ്ങൾ മസ്റ്റ് വാച്ചാണ്. നിങ്ങൾ കേരളത്തിലുള്ളയാണെങ്കിൽ നിങ്ങൾ ഈ പടം കാണാതെ ഇരിക്കല്ലേ കേട്ടോ. അത് ഞാൻ എൻ്റെ പറയുന്നു. നിങ്ങൾ ഈ പടം കാണാതെ പോയാൽ നിങ്ങൾ ഉറപ്പാണ് തിയേറ്ററിൽ പോയി കാണാൻ വേറെ റിഗ്രറ്റ് അടിച്ച്. അത്രയ്ക്ക് സെറ്റ് പടമാണ്. ആശീർവാദ് ടീമെ ബിഗ് സല്യൂട്ട് ഫോർ യു. ഇത്രയും കിടിലൻ പടം ഉണ്ടാകും. നിങ്ങളെ കഴിഞ്ഞ സത്യം ഏറ്റവും ലാസ്റ്റ് ഒരു കിടിലൻ ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു ഫൈറ്റ് സീൻ ഉണ്ട് ഇതിന്റെ ഇടയിൽ, ഒരു സദ്യ അടിക്കുമ്പോൾ ഫൈറ്റ് സീൻ. സ്പോയിലറാണ്. അപ്പൊ ആ ഒരു പപ്പടത്തിന്റെ ഒരു വലിയ റോൾ തന്നെ ഈ സിനിമയ്ക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് സത്യത നിങ്ങൾ ഞെട്ടി തരും. ലാസ്റ്റ് ഒരു ഫൈനൽ ഒരു സാധനം ഉണ്ട് കേട്ടോ, ഒരു ട്വിസ്റ്റ്. അതുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ തന്നെ എന്തിനു സത്യം നിങ്ങൾ മസ്റ്റ് വാച്ച് പടമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് ഇത് ഇത്രയും പടം ഇത്രയും കിടിലായിട്ടുള്ള പടം നമ്മളെ. അപ്പം ഗൈസ് ഫൈനലി നമ്മൾ ഇവിടെ ഈസ്റ്റോട്ട് എത്തിയിട്ടുണ്ട്. ഈസ്റ്റോട്ടിൽ നിന്ന് നേരെ ഇനി നമ്മൾ കഴിക്കാൻ വേണ്ടി നമ്മളെ ബുർജൽ മന്തിയിലോട്ടാണ് പോകുന്നത്. അപ്പം ബുർജൽ മന്തിയിലോട്ട് പോയി നമ്മൾ ഇനി മന്തി വാങ്ങിച്ച് കഴിക്കും. വിശന്ന് വയറ് എത്തുന്നു ഗൈസ്. അപ്പം നമ്മൾ മന്തി കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള വിഷയങ്ങളാണ്. ഈ മന്തി വാങ്ങിക്കുന്നത് നിങ്ങൾ വേണമെങ്കിൽ കാണിച്ചു തരാം. പക്ഷെ നിങ്ങൾ വെറുതെ കൊതിപ്പിക്കണ്ടല്ലോ എന്ന് പറഞ്ഞാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അപ്പം എന്തായാലും നമ്മൾ 500 കിട്ടും. അപ്പം ഗൈസ് നമ്മൾ നല്ല ചൂടായതുകൊണ്ട് നമ്മളെ കണ്ണാടി എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. കണ്ണാടി വെച്ചപ്പോൾ എന്നെ കാണത്തി ലുക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഞാൻ ലുക്ക് ഉണ്ടായില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടല്ലേ. അപ്പം നമ്മൾ മന്തി കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സത്യം പറയാല്ല ഗൈസ്, എൻ്റെ മെയിൻ വീക്ക്നെസ് ആണ് ഈ മന്തി എന്ത് ടേസ്റ്റ് എന്നറിയാമോ. അപ്പോൾ ഫൈനലി ഗൈസ് നമ്മുടെ പയ്യന്മാരൊക്കെ ഇരുന്ന് മന്തി കഴിക്കുകയാണ്. നമ്മളിനി അത് കണ്ടുകൊണ്ടിരിക്കാം, നമ്മൾ കഴിക്കുകയാണ് ഗൈസ്. ഫൈനലി നമ്മൾ മന്തിയൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. സെറ്റ് മന്തിയായിരുന്നു. അങ്ങനെ നമ്മളിനി വീട്ടിൽ പോകാൻ പോവുകയാണ് ഗൈസ്. ഫൈനലി ഗൈസ് അങ്ങനെ എല്ലാവരും നമ്മൾ പിരിയാൻ പോവുകയാണ്. നമ്മളങ്ങനെ മന്തിയൊക്കെ തിന്ന് എന്തിന് വയറിന്ന് അടക്കാൻ പോലും പറ്റുള്ള ഗൈസ്. അൺലിമിറ്റഡും കൂടെ ആയതുകൊണ്ട് പിന്നെ നമ്മളത് മുതലെടുത്ത് ഗൈസ്. അൺലിമിറ്റഡും കൂടെ ആയതുകൊണ്ടേ നമ്മളത് മുതലെടുത്തു ചത്ത്. അപ്പം